വിജിലൻസ് പരിശോധനകൾക്കിടയിലും അഴിമതിയിൽ മുങ്ങി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വർഗം. ദിനംപ്രതി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് നിരവധി ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിജിലൻസ് പിടിയിലായത് 146 സർക്കാർ ജീവനക്കാർ. പിടിക്കപ്പെട്ടാലും ഒരു വർഷത്തിനിടയിൽ സർവീസിൽ തിരികെ കയറാമെന്നതാണ് ഇത്തരക്കാർക്ക് ആശ്വാസമാകുന്നത്. തദ്ദേശ സ്വയംഭരണം, റവന്യൂ എന്നീ വകുപ്പുകളിലാണ് പ്രധാനമായി അഴിമതി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 50 പേരും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് 47 പേരും കൈക്കൂലി കേസുകളിൽ പിടിയിലായി. വിജിലൻസിന്റെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പരിശോധനയിലൂടെ ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പിടിയിലായത് 21 ഉദ്യോഗസ്ഥരാണ്. കൈക്കൂലി കേസുകളുടെ മാത്രം കണക്കുകളാണ് ഇത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൈക്കൂലി കേസുകളിൽ മാത്രം സംസ്ഥാനത്ത് അറസ്റ്റിലായത് 146 ജീവനക്കാരാണ്. 393 അഴിമതി കേസുകളും രജിസ്റ്റർ ചെയ്തു. കൈക്കൂലി കേസിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പിടിയിലായത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ 17 പേരാണ് വിജിലൻസിന്റെ പരിശോധനയിൽ വലയിലായത്. തിരുവനന്തപുരത്ത് 14, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 9, ഇടുക്കിയിൽ 13, എറണാകുളത്ത് 6, പാലക്കാട് 12, കോഴിക്കോട് 5 ഉദ്യോഗസ്ഥർ വലയിലായി. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യഥാക്രമം 5, 11, 13 ഉദ്യോഗസ്ഥരും കൈക്കൂലി കേസുകളിൽ അറസ്റ്റിലായി. മറ്റ് അഴിമതി കേസുകളുടെ കാര്യത്തിലും സംസ്ഥാനത്ത് വലിയ വർധനമാണ് ഉള്ളത്. ശമ്പളത്തിന് പുറമെ അഴിമതിയിലൂടെ അധിക പണം സമ്പാദിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിജിലൻസിന്റെ പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത് വ്യാപകമായ പരാതിയാണ്. കൂടുതൽ പരിശോധനകൾ നടന്നാൽ ഇതിലും 10 മടങ്ങ് ഉദ്യോഗസ്ഥരാകും വിജിലൻസിന്റെ വലയിലാകുക. നിയമം കർക്കശമല്ലാത്തതാണ് സംസ്ഥാനത്ത് കൈക്കൂലി കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. ഒരു തവണ കൈക്കൂലി കേസിൽ പിടിയിലായി സസ്പെൻഷനായ ഉദ്യോഗസ്ഥന് ഒരു വർഷത്തിനുള്ളിൽ തിരികെ സർവീസിൽ പ്രവേശിക്കാൻ സാധിക്കും. സർവീസിൽ തിരികെ പ്രവേശിച്ചാലും പഴയപടി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ജനം, തിരുവനന്തപുരം.